നമ്മൾ ഇത്രയും പണമൊക്കെ കൊടുത്തിട്ട് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയിട്ട് നമ്മൾ അതിൽ 100% സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലുള്ള ഒരു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ആ ഒരു വിഷയമാണ് എനിക്ക് ഈ ഒരു iPhone 13 Pro യൂസ് ചെയ്തപ്പോൾ എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് എനിക്കിതിൽ ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു 2-3 പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മുടെ ചാനലിലെ 50ാമത്തെ മൊബൈൽ അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. കേവലം ഒരു വർഷം കൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയൊരു ചാനലിൽ നമ്മൾ 50ഓളം മൊബൈലാണ് അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായി സഹായിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഖത്തറിലുള്ള ഓരോ ഒഫീഷ്യൽ മൊബൈൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അതിലുള്ള ഓരോ സ്റ്റാഫുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഏതാണ് ഇന്നത്തെ ഈ ഒരു 50ാമത്തെ മൊബൈൽ എന്ന് പറഞ്ഞാൽ iPhone 13 Pro. ഈ ഒരു ഫോണിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആൻഡ് അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഏകദേശം 1.5 മാസത്തോളമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിത് ആദ്യം അൺബോക്സ് ചെയ്യാതിരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, 50ാമത്തെ മൊബൈൽ അൺബോക്സിംഗ് വീഡിയോ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഗ്രാൻഡായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫോണാകണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വീഡിയോ ആദ്യം പബ്ലിഷ് ചെയ്യാതിരുന്നത്. ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് iPhone 13 Proയുടെ യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള ലെവലിലുള്ള ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ iPhone 13 Proയുടെ ബോക്സ് വരുന്നത്. അപ്പോൾ 256 GB മെമ്മറി വേർഷനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഗ്ലോബൽ വേർഷൻ അല്ലെങ്കിൽ അറബിക് വേർഷനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഇറങ്ങിയിട്ടുള്ള രീതിയിലുള്ള പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇപ്പോൾ നിലവിൽ ഇല്ല. പകരം ഇതുപോലുള്ള കോട്ടിംഗ് ആണ് ഇതിൽ വരുന്നത്, സീലായിട്ട് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനി ബോക്സിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ iPhone 13 Pro ഉണ്ട്. അല്ലാതെ എടുത്തു പറയത്തക്ക രീതിയിലൊന്നും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നില്ല. ഒരു ടൈപ്പ് സി ടു ഒരു ലൈറ്റ്നിങ് ചാർജിങ് കേബിൾ ഉണ്ട്. പിന്നീടുള്ളത് ഒരു കാറ്റലോഗ്, അതുപോലെ ഒരു സിം ഇജക്ടർ ടൂള്, പിന്നെ ഉള്ളത് ഒരു ആപ്പിളിൻ്റെ ഒരു സ്റ്റിക്കർ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഇത് iPhone 12 Pro, ഇത് 13 Pro. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഡിസൈൻ ഏകദേശം ഒരുപോലെ തോന്നുമെങ്കിലും പ്രധാനപ്പെട്ട 2-3 വ്യത്യാസങ്ങൾ ഈ ഒരു 2 സ്മാർട്ട് ഫോണുകൾ തമ്മിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറ മൊഡ്യൂളിൻ്റെ സൈസ് തന്നെയാണ്. 12 Proയേക്കാളും ഒരല്പം കൂടി വലിയ ക്യാമറ മൊഡ്യൂളാണ്. ക്യാമറയുടെ സെൻസറും കാര്യങ്ങളും കുറച്ചും കൂടി മികച്ചതായതുകൊണ്ട് തന്നെ വലിയൊരു ക്യാമറ മൊഡ്യൂളാണ് 13 Proയിൽ കാണാൻ സാധിക്കുക. പിന്നീടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് 7.4 mm ആണ് ഈ ഒരു 12 Proയുടെ ബോഡി തിക്നെസ് വരുന്നത്. 7.7 mm ആണ് ഈ ഒരു 13 Proയുടെ ബോഡിയുടെ തിക്നെസ് വരുന്നത്. ഈ ഒരു 13 Proയിൽ 12 Proയെ കമ്പയർ ചെയ്യുമ്പോൾ ഒരല്പം കൂടി മികച്ച ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ആ ഒരു വ്യത്യാസം കൊണ്ടാണ് ഈ ഒരു ബോഡിയുടെ തിക്നെസ് വരുന്നത്. അതുകൊണ്ട് തന്നെ 189 ഗ്രാമാണ് 12 Proയുടെ വെയിറ്റ് വരുന്നതെങ്കിൽ 204 ഗ്രാമാണ് 13 Proയുടെ ബോഡി വെയിറ്റ് വരുന്നത്. പിന്നീടുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇവ തമ്മിലുള്ള നോച്ചിൻ്റെ സൈസിലുള്ള വ്യത്യാസമാണ്. 13 സീരീസിൽ 12 സീരീസിനെ അപേക്ഷിച്ചിട്ട് 20% ചെറിയ നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ കുറച്ചും കൂടി നമുക്ക് കവറേജ് ആയിട്ട് കാണുകയോ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ വിഷ്വലും കാര്യങ്ങളും കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക 13 Proയിലായിരിക്കും. iPhone 13 Proയുടെ ഡിസ്പ്ലേയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ 6.1 ഇഞ്ചിൻ്റെ OLED സൂപ്പർ റെറ്റിന XDR വിത്ത് പ്രൊമോഷൻ ഡിസ്പ്ലേ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 120 Hz ആണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. 13 Pro അതുപോലെ തന്നെ 13 Pro Maxൽ മാത്രമാണ് 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഐഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഐഫോണിലെ ഡിസ്പ്ലേ യൂസ് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. HDR10 അതുപോലെ തന്നെ ഡോൾബി വിഷൻ സപ്പോർട്ടാണ്. ഫുൾ HD+ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. 460 പിക്സൽ/ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സെറാമിക് ഷീൽഡ് കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. കമ്പനി പറയുന്നത് അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ വീണാലും പൊട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നിർബന്ധമായിട്ടും നിങ്ങൾ സ്ക്രീൻ ഗാർഡ് ഉപയോഗിച്ച് മാത്രമേ ഈ ഒരു ഡിസ്പ്ലേ യൂസ് ചെയ്യാവൂ എന്നുള്ളൊരു റെക്കമെൻഡ് എനിക്കുണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു ഫോണിൽ സ്ക്രീൻ ഗാർഡ് ഉപയോഗിക്കാതെയാണ് സെറാമിക് കോട്ടിംഗ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ സ്ക്രാച്ച് ആകുമെന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ്. എനിവേ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. ഇവൻ നമ്മൾ വെളിയിൽ പോയാൽ പോലും 1000 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ. അത് 1200 nits വരെ മാക്സിമം പോകുന്നത് കൊണ്ട് തന്നെ എത്ര വെയിലത്ത് പോയി നിന്നാലും നമുക്കിതിലുള്ള കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. iPhone 13 Proയുടെ ഡിസ്പ്ലേയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതായത് 10 Hz മുതൽ 120 Hz വരെ നമ്മൾ ഏതാണോ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ആ ഒരു റിഫ്രഷ് റേറ്റ് മാറും എന്നതാണ്. അപ്പോൾ അതിനെക്കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത്
നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് കൂടും എന്നത് തന്നെയാണ്. ആപ്പിളിൻ്റെ തന്നെ A15 ബയോണിക് ചിപ്സെറ്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5G നെറ്റ്വർക്ക് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ചിപ്സെറ്റാണ്. 5 നാനോമീറ്റർ ആണ് ഇതിൻ്റെ ചിപ്സ് സൈസ് വരുന്നത്. ഹെക്സാ കോർ അഥവാ 6 കോർ പ്രൊസസ്സറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3.22 GHz ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു iPhone 13 Proയുടെ പ്രൊസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1.5 മാസം യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള കംപ്ലൈൻറ്റും എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടില്ല ഈ ഒരു പ്രൊസസ്സറിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്രൊസസ്സറുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു A15 ബയോണിക് ചിപ്സെറ്റ് എന്നുള്ള കാര്യം. നമുക്കറിയാം ഐഫോണുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ 3, 4, 5 വർഷം നമുക്ക് എല്ലാ ഐഫോണുകളും ലാഗ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഹാങ് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെല്ലിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐഫോണിൻ്റെ മികവ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. അതിനൊക്കെ സഹായിക്കുന്ന ഈ ഒരു പ്രൊസസ്സറിൻ്റെ പവർ തന്നെയാണ്. ഇനി GPUയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ 5 കോർ GPU ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഗെയിമിംഗ് ഒക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ആപ്ലിക്കേഷൻ ഈ ഒരു ഐഫോണിലാണ് യൂസ് ചെയ്യുന്നത്. അതും ലാഗ് ഫ്രീ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹാർഡ്വെയറിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു പ്രൊസസ്സറും GPU സൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു iPhone 13 Proയിൽ കാണാൻ സാധിക്കുക. 4 മെമ്മറി വേരിയന്റിലാണ് ഈ ഒരു iPhone 13 Pro അതുപോലെ തന്നെ 13 Pro Max ഇറങ്ങുന്നത്. 6GB ആണ് ഇതിൻ്റെ റാം എന്ന് പറയുന്നത്. 128GB മെമ്മറി വേർഷൻ, അതുപോലെ 256GB, 512GB, 1TB. നമുക്കറിയാം ഐഫോൺ എന്ന് പറയുന്ന ഒരു ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ആളുകൾ ഇത് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഒന്ന് സോഫ്റ്റ്വെയർ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം iPhone 13 സീരീസ് ഇറങ്ങിയിരുന്ന സമയത്ത് iOS 15 ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് iOS 15.2 ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഇത് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഹൈലി സെക്യൂരിറ്റി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ തന്നെയാണ് ഐഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ അവരുടെ സെർവറിൽ വളരെ സുരക്ഷിതമായിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ 6 or 7 വർഷം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുമെന്നുള്ള ഒരു ബെനിഫിറ്റും ഉണ്ട്. എങ്കിലും ഈ ഒരു iPhone 13 Pro യൂസ് ചെയ്തിട്ടുള്ള ഒരു യൂസർ എന്നൊരു എക്സ്പീരിയൻസ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ iOS 15 സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 2 ബഗ്ഗായിരുന്നു എനിക്കിതിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐഫോണിൻ്റെ ആ ഒരു തുടക്കകാലത്തിൽ എനിക്ക് ക്യാമറ ആപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ക്യാമറ ഇൻ്റർഫേസ് ബ്ലറായിട്ടായിരുന്നു കണ്ടിരുന്നത്. പിന്നീട് ആ ക്യാമറ ആപ്പ് റീസ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് നോർമലിലേക്ക് വരുമായിരുന്നുള്ളൂ. പിന്നീട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ അത് പരിഹരിച്ചു. ഇപ്പോൾ iOS 15.2 എനിക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ആ ഒരു പ്രോബ്ലം ഞാൻ ഇതിൻ്റെ കൂടെ വീഡിയോ ഫുട്ടേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫോണ് ലോക്കായിരിക്കുന്ന സമയത്ത് നമ്മൾ ക്യാമറ ആപ്പ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ റൈറ്റ് സ്വൈപ്പ് ചെയ്ത് ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേയുടെ 3/1 മാത്രമേ ആ ഒരു ക്യാമറ യൂസർ ഇൻ്റർഫേസ് ഓൺ ആവുന്നുള്ളൂ എന്നൊരു ബഗ് ഉണ്ട്. അതോടൊപ്പം തന്നെ അതിലുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തല തിരിഞ്ഞും മറിഞ്ഞിട്ടൊക്കെയാണ്. അതിപ്പോൾ നിലവിൽ ഇപ്പോഴും ചില സമയത്ത് എനിക്കത് ആ ഒരു ബഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫോണും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ട് 100% സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയും. അപ്പോൾ തീർച്ചയായിട്ടും ഉടനടി തന്നെ അവർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഈ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ബഗ് ഫ്രീ ആയിട്ടുള്ള മികച്ച ഒരു സോഫ്റ്റ്വെയർ തന്നെ അവർ ഉടനടി പുറത്തിറക്കുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ 100% സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലാത്ത ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഈ ഒരു iOS 15 എന്ന കാര്യം എനിക്ക് പറയേണ്ടി വരും. ഇനി കണക്ടിവിറ്റിയുടെ കാര്യം എടുത്താൽ ഡ്യുവൽ 5G ബാൻഡാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ഈ ഒരു iPhone 13 Pro എന്ന് പറയുന്നത് അറബിക് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ വേർഷനാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫിസിക്കലായിട്ട് ഒരു 5G നാനോ സിം കാർഡും അതുപോലെ തന്നെ ഒരു eSIM കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കാറുള്ളത്. പൊതുവിൽ ഞാൻ കേട്ടിട്ടുള്ള ഒരു സംശയമാണ് ഫിസിക്കൽ നാനോ സിം കാർഡ് ഇടാതെ നമുക്ക് eSIM യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് ഫിസിക്കൽ സിം അല്ല, പകരം eSIM മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ Wi-Fi 6 ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്ലൂടൂത്തിൻ്റെ 5 ആണ് ഇതിൽ വേർഷൻ വരുന്നത്. അതുപോലെ തന്നെ NFC അവൈലബിൾ ആണ്. IP68 റേറ്റിംഗോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് ഫോൺ കൂടിയാണിത്. അപ് ടു 6 മീറ്റർ 30 മിനിറ്റ് ആണ് ഇതിൽ കമ്പനി പറയുന്ന സമയവും. iPhone 13 Proയിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ താഴ്വശത്തും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു സ്പീക്കർ കാണാം. ജസ്റ്റ് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം.
സ്പീക്കേഴ്സിൻ്റെ കാര്യം എടുത്താൽ ഒരു സൂപ്പർ സ്പീക്കർ എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം വളരെ അപൂർവമായിട്ടുള്ള ഫോണുകളിൽ മാത്രമാണ് 2 സ്പീക്കറും ഒരേ രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതായിട്ട് കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു സ്പീക്കർ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു ഫോണിൽ കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. 3095 mAh ബാറ്ററിയാണ് ഈ ഒരു iPhone 13 Proയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിലരെങ്കിലും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഐഫോണുകളിൽ പൊതുവെ ബാറ്ററി ലൈഫ് കമ്പാരിറ്റീവ്ലി കുറവാണെന്നുള്ളത്. അതിൽ ഇത്തിരി സത്യവുമുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു iPhone 13 Pro 1.5 മാസം യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ വളരെ ഹെവി ആയിട്ട് യൂസ് ചെയ്താൽ പോലും നമുക്ക് ഏകദേശം 1 ദിവസം ബാറ്ററി ലൈഫ് കിട്ടുകയും അതുപോലെ തന്നെ നോർമൽ യൂസ് ആണെങ്കിൽ ഏകദേശം 1.5 ദിവസത്തോളം ബാറ്ററി ലൈഫ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. iPhone 13 Pro അതുപോലെ തന്നെ 13 Pro Max എന്ന് പറയുന്നത് ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ബോക്സിനൊപ്പം കിട്ടുന്ന വെറും ചാർജിങ് കേബിൾ മാത്രമാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാനുള്ള ഐഫോണിൻ്റെ തന്നെ ഒറിജിനൽ 20 വാട്ടിൻ്റെ അഡാപ്റ്റർ വാങ്ങി യൂസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമുക്ക് 1 മണിക്കൂറും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് 0 to 100 ഇതിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ലൈഫിന് അത് വളരെ യൂസ്ഫുൾ ആകുകയും ചെയ്യും. iPhone 13 Proയുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചാൽ അതൊരു പ്രത്യേകതരം എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് നമുക്കിതിൽ ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ മികവാർന്ന ഒരു ഗ്രാഫിക്സ് ക്വാളിറ്റി നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുതന്നെ ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഇല്ലാതെ ഒരേ ലെവലിൽ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു ഓഡിയോ ക്വാളിറ്റിയാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഓഡിയോ ഔട്ട്പുട്ട് നമുക്കിതിൽ കേൾക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പാക്റ്റോട് കൂടി നമുക്കിതിൽ ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ വിഷ്വൽ ക്വാളിറ്റി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സൗണ്ട് ക്വാളിറ്റി എല്ലാം കൂടി ഒത്ത് വന്നിട്ടുള്ള ഒരു പ്രത്യേകതരം ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു iPhone 13 Proയിൽ ഗെയിം കളിച്ചപ്പോൾ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പം കോൾ ഓഫ് ഡ്യൂട്ടി അതുപോലെ തന്നെ PUBG ഉൾപ്പെടെയുള്ള ഏതൊരു ഗെയിമും വളരെ സ്മൂത്തായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ കളിക്കാൻ സാധിക്കും. iPhone 13 Proയിൽ 3 ക്യാമറ വിത്ത് ലിഡാർ സെൻസറാണ് പിറകിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 12 മെഗാപിക്സലിൻ്റെ f1.5 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള പ്രൈമറി ലെൻസ്, അതിൽ തന്നെ സെൻസർ ഷിഫ്റ്റ് OIS ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 12 മെഗാപിക്സലിൻ്റെ f2.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള ടെലിഫോട്ടോ ലെൻസ് 3x ഒപ്റ്റിക്കൽ സൂം ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതിൽ തന്നെ OIS കൂടി വരുന്നുണ്ട്. 12 മെഗാപിക്സലിൻ്റെ f1.8 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള അൾട്രാ വൈഡ് ലെൻസ്. ഈ ഒരു 3 ലെൻസാണ് പിറകിൽ നമുക്ക് കാണാൻ സാധിക്കുക. പിന്നീടുള്ളത് ലിഡാർ സെൻസർ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ലിഡാർ സെൻസറിനെ കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റിൽ പറയുക. നമുക്ക് ഈ ഒരു iPhone 13 Proയുടെ ക്യാമറ റിവ്യൂ വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലിഡാർ സെൻസറിൻ്റെ ഉപയോഗം എന്താണെന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എനിവേ, അപ്പോൾ പിറകിലെ ക്യാമറ വെച്ചിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഐഫോണിലെ ഫോട്ടോസും കാര്യങ്ങളും എന്ന് പറയുന്നത് വളരെ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഫോട്ടോസ് ആയിട്ടാണ് നമ്മൾ കാലാകാലങ്ങളിൽ കാണാറുള്ളത്. ആ ഒരു അഭിപ്രായം തന്നെയാണ് ഈ ഒരു iPhone 13 Pro എനിക്ക് യൂസ് ചെയ്തപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഡേ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോ ആണെങ്കിലും HDR ഫോട്ടോസ് ആണെങ്കിലും അതുപോലെ തന്നെ മാക്രോ ഫോട്ടോ ആണെങ്കിലും ഈവൻ നൈറ്റ് പെർഫോമൻസ് ഫോട്ടോ ആണെങ്കിലും എല്ലാ തരത്തിലും വളരെ മികവാർന്ന ഒരു ഫോട്ടോ പെർഫോമൻസ് തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് നമ്മൾ പ്രൈമറി ലെൻസ് ആയിക്കോട്ടെ, അൾട്രാ വൈഡ് ലെൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസ് ആയിക്കോട്ടെ, ഈ ഒരു 3 ലെൻസ് ഉപയോഗിച്ചിട്ട് എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളും തന്നെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. എസ്പെഷ്യലി ഈ ഒരു 12 മെഗാപിക്സലിൽ നമുക്ക് മാക്സിമം എത്ര ഔട്ട്പുട്ട് ലഭിക്കാൻ സാധിക്കുമോ ആ ഒരു ക്വാളിറ്റിയിൽ, പ്രത്യേകിച്ച് മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസും കാര്യങ്ങളാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. ആ ഒരു ക്വാളിറ്റിയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഫോട്ടോ ക്വാളിറ്റിയിൽ എനിക്ക് iPhone 13 Pro കാണാൻ സാധിച്ചിട്ടുള്ളത്. iPhone 13 Proയുടെ വീഡിയോ ഫുട്ടേജ് ആണ് 4Kയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സെൻസർ ഷിഫ്റ്റ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ടും വലിയ രീതിയിൽ ഷേക്കില്ലാതെ നമുക്കിതിൽ വീഡിയോ എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി HDRൻ്റെ കാര്യം എടുത്താൽ വളരെ മികവാർന്ന ഒരു HDR പെർഫോമൻസ് തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. വിഷ്വൽസ് ഒക്കെ വളരെ ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കളർ പ്രൊഡക്ഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ iPhone സീരീസ് പൊതുവെ നാച്ചുറൽ കളേഴ്സാണ് ഔട്ട്പുട്ടായിട്ട് നമുക്ക് നൽകാറുള്ളത്. അതേ രീതിയിലുള്ള ഒരു നാച്ചുറൽ കളർ തന്നെ ഈ iPhone 13 Proയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു യൂട്യൂബൊക്കെ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു വ്ളോഗർ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ iPhone 13 Pro ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല.
ഇനി സെൽഫിയുടെ കാര്യം എടുത്താൽ 12 മെഗാ പിക്സലിൽ f2.2 അപ്പാച്ചറോട് കൂടിയിട്ടുള്ള സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെൽഫിയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസും കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇതിൽ iPhone 13 Proയുടെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് HDR ഫോട്ടോസ് തന്നെയാണ്. അത്രയും മികവാർന്ന ഒരു പെർഫോമൻസ് ആണ് നമുക്ക് HDR ഫോട്ടോസിൽ ഇതിൽ സെൽഫി ക്യാമറയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ആ ഒരു റേഞ്ചിലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ ആയിട്ട് മറ്റ് കമ്പയർ ചെയ്തപ്പോൾ ഇത്ര നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി അല്ല മറ്റ് സ്മാർട്ട് ഫോണുകളിൽ HDR ഫോട്ടോസിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഡേ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോ ആണെങ്കിലും പോർട്രേറ്റ് ഫോട്ടോ ആണെങ്കിലും നൈറ്റ് പെർഫോമൻസ് ആണെങ്കിലൊക്കെ വളരെ മികവാർന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഈ ഒരു iPhone 13 Proയുടെ സെൽഫി ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസിനെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി സെൽഫിയിൽ എടുത്തിരിക്കുന്ന വീഡിയോ ഫുട്ടേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മിക്ക സെനേറിയോയിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിട്ടാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതേ സമയം തന്നെ എനിക്കിതിലൊരു ചെറിയൊരു ഇഷ്യൂ കൂടി ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ആ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് നമുക്കിതിൽ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 2 വീഡിയോ കൊടുക്കാം. ഒന്ന് 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുത്തതും 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുത്ത വീഡിയോ കൊടുക്കാം. നമുക്കിതിൽ വീഡിയോയിൽ കാണാൻ പറ്റുന്ന ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുത്തിരിക്കുന്ന ആ വീഡിയോയിൽ നമുക്ക് സ്കൈ അത്ര ഒരു ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അതായത് HDR വീഡിയോ 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ നമുക്ക് അത്ര സ്മൂത്ത് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ അതേ ഒരു ഫുട്ടേജ് തന്നെ നമ്മൾ 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുത്തപ്പോൾ വളരെ മികച്ച രീതിയിലുള്ള ഒരു HDR വീഡിയോ ക്വാളിറ്റി ആയിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ആണ് എനിക്ക് എൻ്റെ ഈ ഒരു iPhone 13 Proയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതേ തന്നെ ഞാനൊരു 2 iPhone 13 Proയിൽ കൂടി ഞാൻ പരിശോധിച്ചപ്പോൾ ഈ ഒരു ഇഷ്യൂ എനിക്കതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു ബ്രാൻഡിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു ബ്രാൻഡിൽ വളരെ മികവാർന്ന HDR വീഡിയോ എനിക്ക് കാണാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ ആരെങ്കിലും iPhone 13 Pro യൂസേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതൊരു പക്ഷേ സോഫ്റ്റ്വെയർ ഇഷ്യൂ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ബഗ് ആവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പരിഹരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും എനിക്കുണ്ട്. എനിവേ ഈ ഓവറോൾ സെൽഫി ക്യാമറ അതുപോലെ തന്നെ പരകല ക്യാമറ ഒക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസിൻ്റെ ഒക്കെ കാര്യം എടുത്താൽ വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഫോണുകളിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെ വെക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു iPhone 13 Pro എന്ന് പറയുന്നത്. ഓവറോൾ എനിക്ക് ഈ ഒരു iPhone 13 Proയുടെ യൂസർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ചില ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നിർത്തിയാൽ ബാക്കി എല്ലാ തരത്തിലും സാറ്റിസ്ഫൈഡ് ആണ്. മികച്ച ക്യാമറ പെർഫോമൻസ്, മികച്ച സൗണ്ട് ക്വാളിറ്റി, മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ്, മികച്ച ഡിസ്പ്ലേ എന്ന് വേണ്ട സകല മേഖലയിൽ ഏറ്റവും മികച്ചതായിട്ട് കാഴ്ചവെക്കുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു iPhone 13 Pro എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ചില ആളുകൾ ചോദിക്കും എന്തുകൊണ്ടാണ് 13 Pro Max എടുക്കാതെ 13 Pro എടുത്തതെന്ന്. എനിക്ക് പേഴ്സണലി സിംഗിൾ ഹാൻഡ് യൂസ് ആണ് ഇഷ്ടം. കാരണം 2 കൈ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇഷ്ടമില്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെയാണ് എനിക്കിതിൽ 13 Pro എന്ന് പറയുന്ന 6.1 ഇഞ്ച് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള ഈ ഒരു കാര്യം തന്നെയാണ്. നിങ്ങളൊരു സിംഗിൾ ഹാൻഡ് യൂസറാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഒതുങ്ങുന്ന ഫോണാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് iPhone 13 Pro എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു iPhone 13 Proയുടെ യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരത്തൊന്ന് ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചും ഈ ഒരു iPhone 13 Proയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ റീപ്ലൈയും തരുന്നതാണ്. ഇതുപോലുള്ള ടെക് സംബന്ധമായിട്ടുള്ള വീഡിയോ കാണുവാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഇത് 2022 ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയുടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.